കൈലാഷ്, നീ എങ്ങോട്ടാ പോകുന്നേ? ഓഫീസിലേക്ക്. അതിന്റെ ആവശ്യമില്ല. അതെന്താ? നീ ഇനി ഇവിടെ നിന്നാ ശരിയാകില്ല. മലേഷ്യയില് നമ്മുടെ ഓഫീസ് തുറന്നു കഴിഞ്ഞു. നീ ഇനി അവിടത്തെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്താൽ മതി. നിനക്ക് ഇന്ന് തന്നെ അങ്ങോട്ട് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് അരവിന്ദ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഞാൻ പോകുന്നില്ലെന്ന് തീരുമാനിച്ചാലോ? അങ്ങനെ നീ ഒറ്റയ്ക്ക് തീരുമാനിച്ചാ മതിയോ? പിന്നെ ഞങ്ങൾ എന്തിനാ അച്ഛനും അമ്മയാണെന്നും പറഞ്ഞ് നടക്കുന്നത്? നീ ഏതോ ഒരു ദരിദ്രവാസി പെണ്ണിന് വേണ്ടി സ്വന്തം ജീവിതം കളയുന്നത് കണ്ടിട്ട് ഞങ്ങൾ മിണ്ടാതിരിക്കണം. സീത, നിർത്ത്. എന്നോട് തർക്കിക്കാൻ വരണ്ട. എന്നെ ഇന്നലെ കുറ്റം പറയാൻ 100 നാവായിരുന്നല്ലോ. പാർവതി കാരണം ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരൻ നിങ്ങളാ. ആ ദരിദ്രവാസിയെ കമ്പനിയിൽ ആദ്യമായിട്ട് കണ്ടപ്പോ തന്നെ എനിക്ക് പ്രശ്നക്കാരിയാണെന്ന് തോന്നിയതാ. അപ്പൊ അവള് രാശിയുള്ളവളാണെന്ന് പറഞ്ഞ് നിങ്ങളാ അവളെ തലേ കയറ്റി വെച്ചത്. അന്ന് തന്നെ വേലക്കാരിയെ വേലക്കാരിയുടെ സ്ഥാനത്ത് നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ കുടുംബത്തിന് നാണം കെടേണ്ട അവസ്ഥ വരില്ലായിരുന്നു. ഇവൻ പാർവതിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞ നിമിഷം തന്നെ നിങ്ങൾ ഇവനെ വിളിച്ച് ചീത്ത പറഞ്ഞ് നേർവഴിക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്റെ മോൻ കുടിച്ച് ലക്ക് കെട്ട് വീട്ടിലേക്ക് കയറി വരുന്ന അവസ്ഥ കാണേണ്ട ഗതികേട് എനിക്കുണ്ടാവില്ലായിരുന്നു. ഇവന് തോന്നുന്നത് ചെയ്യാൻ സ്വാതന്ത്ര്യം കൊടുത്ത് ഈ അവസ്ഥയിലാക്കിയത് നിങ്ങളാ. എന്നിട്ട് വലിയ കാര്യത്തിൽ എന്നെ ചീത്ത പറയാൻ വന്നിരിക്കുന്നു. ദേ, ഇനി ഞാൻ നിങ്ങൾ ആരും പറയുന്ന കേൾക്കാൻ പോകുന്നില്ല. എനിക്കിവനെ പഴയ കൈലാശായിട്ട് തിരിച്ചു വേണം. അതിനവൻ നമ്മളെ വിട്ട് പോകണമെങ്കിൽ അങ്ങനെ ആവട്ടെ. കുറെ കാലം ഇവിടുന്ന് മാറിയിന്ന ഇവിടെ നടന്നു നോക്ക അവൻ മറന്നോളും. നമുക്ക് അവനെ കാണണം തോന്നുമ്പോ അങ്ങോട്ട് പോയി കണ്ടാ മതി. ഞാൻ കുടിച്ചിട്ട് വീട്ടിൽ വന്നതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഞാൻ അതിന് മാപ്പ് ചോദിക്കുന്നു. ഐ എം റിയലി സോറി. പക്ഷേ ഈ കാര്യം പറഞ്ഞ് എന്നെ മലേഷ്യക്ക് അയക്കാവുന്ന ആരും കരുതണ്ട. നീ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ? ആ ദരിദ്രവാസിക്ക് നിന്നെ വേണ്ടെന്ന് പറഞ്ഞില്ലേ? പാർവതിക്ക് എന്നോട് പ്രണയം തോന്നുന്നില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. നീ എന്തൊക്കെയാ പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ? പാർവതിയുടെ മനസ്സിൽ എനിക്ക് ദൈവത്തിന്റെ സ്ഥാനമാണ്. അതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. ഞാനൊരു സാധാരണ മനുഷ്യനാണെന്ന് അവളെ മനസ്സിലാക്കിപ്പിച്ച എന്റെ പ്രണയം അവൾ അംഗീകരിക്കും. തിന്നാൻ വകയില്ലാത്ത കുടുംബത്തിന്നാ അവള് വരുന്നത്. നിന്നെ അംഗീകരിക്കണോ വേണ്ടിയൊന്ന് ചിന്തിക്കാൻ അവൾക്ക് എന്ത് യോഗ്യതയുള്ളത്? നീ എന്തിനാ ആ ദരിദ്രവാസിക്ക് വേണ്ടി മാറുന്നേ? പാർവതിയെ കുറിച്ച് മമ്മി ഇനി ഒരു വാക്ക് മോശമായിട്ട് സംസാരിക്കരുത്. എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വലുത് പാർവതിയാ. അവളാ നിനക്ക് ഏറ്റവും വലുതെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ നിനക്ക് ആരാ? അവൾക്ക് വേണ്ടി നീ ഞങ്ങളെ എതിർത്ത് സംസാരിക്കാറായല്ലേ? നിന്നെ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല. നീ ഇന്നത്തെ ഫ്ലൈറ്റ് മലേഷ്യക്ക് പോയില്ലെങ്കിൽ പിന്നെ എന്നെ നീ ഇനി ജീവനോടെ കാണില്ല. നീ എന്തൊക്കെയാണ് പറയുന്നത് സീതേ? ഞാൻ പറയുന്ന മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളൂ. ഇവൻ പറയുന്നൊന്നും നിങ്ങൾ കേൾക്കുന്നില്ലേ? മമ്മി, വാശി എനിക്കുണ്ട്. നിങ്ങൾ പാർവതിയെ എന്നിൽ നിന്നും അകറ്റാൻ ശ്രമിച്ച ഞാൻ ജീവൻ കൊടുക്കും. ഇത് ഞാൻ വെറുതെ ഭീഷണിപ്പെടുത്താൻ പറയുന്നതല്ല. ഐ മീൻ ഇറ്റ്. ആരോട് ചോദിച്ചിട്ട് നീ അവനെ മലേഷ്യക്ക് അയക്കാൻ തീരുമാനിച്ചത്? ആത്മഹത്യാ ഭീഷണി മുഴക്കിയാൽ അവൻ പേടിച്ച് നീ പറയുന്ന അനുസരിക്കുമെന്ന് കരുതിയോ? ഇപ്പൊ എന്തായി? അവൻ അതേ ഭീഷണി തിരിച്ചിറക്കിയില്ലേ? ഇനി എന്ത് ചെയ്യാനാ നിന്റെ തീരുമാനം? ഇമോഷണലായി എടുത്തു ചാടി തീരുമാനങ്ങളൊന്നും എടുക്കരുതെന്ന് പലവട്ടം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിനക്കതൊന്നും കേൾക്കാൻ സൗകര്യമില്ലല്ലോ. നിനക്ക് അവനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഇനി ആവശ്യമില്ലാത്ത ഒന്നും ചെയ്യണ്ട. അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം.